നമസ്തേ. പൊളിച്ചെഴുത്തിൻ്റെ സ്പെഷ്യൽ എഡിഷൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് സ്വാഗതം. ഈ പൊളിച്ചെഴുത്തിൻ്റെ അസുഖം തുടങ്ങിയത് എപ്പോഴാണ്? എന്തായിരുന്നു പ്രകോപനം? പ്രകോപനമൊന്നും ഉണ്ടായില്ല. 2015 നവംബറിൽ ആണ്. അന്ന് ജനം ടി വിയുടെ MD ആയിരുന്ന വിശ്വരൂപൻ, ഡയറക്ടറായിരുന്ന കൃഷ്ണകുമാർ, പിന്നെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിരുന്ന രാജേഷ് പിള്ള, ചീഫ് എഡിറ്റർ അന്ന് COO ആണ് രാജേഷ് പിള്ള. അപ്പം നമ്മുടെ തത്വമയി രാജേഷ് പിള്ള. ഹി വാസ് ഓൾസോ മൈ ഫ്രണ്ട്. ഈവൻ ഈ ജനം ടി വി ആയിട്ട് ഞങ്ങൾ കാണുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് എന്നെ അറിയാം, എനിക്ക് അദ്ദേഹത്തെ അറിയാം. ഹി വാസ് വിത്ത് നമ്മളെ ACV ഒക്കെ. ആ സമയത്ത് കുറച്ച് പരിചയമുണ്ട്, വലിയ അടുപ്പമൊന്നുമില്ലെങ്കിൽ. ഈ 3 പേര് എന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എറണാകുളത്ത് ഒരു സ്ഥലത്ത് വെച്ച് കാണുന്നു. അപ്പോൾ അവരാണ് ഈ ഐഡിയ എന്നോട് പറയുന്നത്. എസ്പെഷ്യലി രാജേഷ് പിള്ളയാണ് ഈ ഐഡിയ പറയുന്നത്. പൊളിച്ചെഴുത്ത് എന്നുള്ള പേര്, അതിൽ താഴെ മാധ്യമ അജണ്ടകളുടെ പൊളിച്ചെഴുത്ത്. എക്സ്പ്ലനേഷൻ അതാണ്. പൊളിച്ചെഴുത്ത് എന്ന് പറഞ്ഞാൽ ആദ്യം വലിയ അക്ഷരങ്ങളിൽ വരും, തൊട്ട് പിന്നാലെ മാധ്യമ അജണ്ടകളിലെ മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങളുടെ അജണ്ട പൊളിച്ചെഴുത്ത്, അതായിരുന്നു ഉദ്ദേശം. പൊളിച്ചെഴുത്ത് എന്ന് വരികയും ചില്ലൊടഞ്ഞു വീഴുന്ന ഒരു ശബ്ദം പുറകിൽ കേൾക്കുകയും, ഇതായിരുന്നു ഫസ്റ്റ് ഇൻട്രോ. ദാറ്റ് വി സ്റ്റാർട്ടഡ് ഷൂട്ടിംഗ് ഇൻ 2015 ഡിസംബർ. അപ്പോൾ അത് ആലുവയിലെന്ന് സ്റ്റുഡിയോ ഉണ്ട്, ആലുവ സ്റ്റുഡിയോയിൽ വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. ബട്ട് എനിക്ക് പേടിയായിരുന്നു, ആലുവയിൽ അത് ചെയ്താൽ ശരിയാവില്ല. രാജേഷ് പിള്ള തിരുവനന്തപുരത്തുണ്ട്, അണ്ടർ ഹിസ് സൂപ്പർവിഷൻ തിരുവനന്തപുരത്ത് ചെയ്യാം. ഞാൻ എല്ലാ ആഴ്ചയും തിരുവനന്തപുരത്ത്, ഒരു 4 ആഴ്ച തിരുവനന്തപുരത്ത് ചെയ്ത് എനിക്കൊരു ധൈര്യമായി കഴിയുമ്പോൾ ഇവിടെ ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു, സാറേ ട്രിവാൻഡ്രത്ത് നിന്ന് ഞങ്ങളോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്, എവറിത്തിങ് ഈസ് റെഡി, യു ജസ്റ്റ് കം. എന്നോട് പറഞ്ഞു അത് ഗ്രീൻ സ്ക്രീനുണ്ട്, ആ ക്രോമയാണ്, അതാണ് ഇതാണ്. ഞാൻ പറഞ്ഞു നത്തിങ് ഡൂയിങ്, എനിക്കൊരു ധൈര്യം വരട്ടെ എന്ന് പറഞ്ഞിട്ട് 1 മാസം ഞാൻ അവിടെ ട്രിവാൻഡ്രത്ത് പോയി ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആലുവയിൽ ചെയ്തു തുടങ്ങി. അങ്ങനെയാണ് പൊളിച്ചെഴുത്തിൻ്റെ ആരംഭം. അതിന് പ്രകോപനമോ സംഗതിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വളരെ സ്ട്രോങ് ആയിരുന്നു. ഒരുപക്ഷെ മലയാളം ടെലിവിഷൻ ഇൻഡസ്ട്രി, അതല്ലെങ്കിൽ മലയാളം ന്യൂസിൽ, ടെലിവിഷനാവട്ടെ പത്രമാവട്ടെ, ഒരു പാത്ത് ബ്രേക്കിംഗ് സാധനമായിരുന്നു. കാര്യം പലരും പറയാൻ മടിച്ചത്, അല്ലെങ്കിൽ പറയാൻ അറച്ചത്, എങ്ങനെ പറയുമെന്ന് വിചാരിച്ച കാര്യങ്ങൾ വിളിച്ചു പറയുന്നൊരു ഒരു ഐ ഓപ്പണിങ് സാധനമായി മാറി. അല്ല, അത് ഒരു കാര്യമുണ്ടായിരുന്നു. അത് ഐ തിങ്ക് ഇറ്റ് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് സെൻറ്റ് എ റോങ് സിഗ്നൽ ടു ദ മലയാളം മീഡിയ. കാരണം അവരിൽ കൂടുതൽ പേരും വിചാരിക്കുന്നത് അവർക്ക് ആരെയും ക്രിട്ടിസൈസ് ചെയ്യാം, ബട്ട് അവരെ ആരും ക്രിട്ടിസൈസ് ചെയ്തുകൂടാ. വി ആർ എബവ് ക്രിറ്റിസിസം. അത് വാസ്തവത്തിൽ അവരുടെ ഒരു അഹങ്കാരമല്ല കേട്ടോ. നോട്ട് ദാറ്റ് ദേ ആർ ആരോഗ്യൻ്റ് ഓർ എനിത്തിങ്. ഐ നോ ദെയർ സൈക്കി, അവരുടെ മനസ്സിൽ നടക്കുന്നത് എനിക്കറിയാം. അവർ ധരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു സിസ്റ്റം ഐഡിയലി വർക്ക് ചെയ്യേണ്ടത്. അല്ലാതെ യു സ്റ്റാർട്ട് ക്വസ്റ്റ്യനിങ് ദ മീഡിയ, ദെൻ ദ ഹോൾ തിങ് വിൽ കൊളാപ്സ്. ദ ഹോൾ സൊസൈറ്റി വിൽ ബി അൺസെറ്റിൽഡ്. ഇത് വിചാരിച്ചിട്ടാണ് അവരെ ക്രിട്ടിസൈസ് ചെയ്തതെന്ന് പറയുന്നത്. ഇപ്പോൾ പട്ടാളക്കാർ പട്ടാള മേധാവിയെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഇനി ചോദ്യം ചെയ്യണമെങ്കിൽ ഇൻഡിവിജ്വലി പോയിട്ട് ചോദ്യം ചെയ്യണം. പട്ടാളത്തിലൊരു എക്സാമ്പിൾ അവരെപ്പോഴും പറയാറുണ്ട്. ഒരാൾ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു, സാർ എല്ലാവർക്കും ഭക്ഷണത്തിന് രുചിയില്ലെന്നോ അങ്ങനെ എന്തോ. അങ്ങനെ പറഞ്ഞു, ശരി ഞാൻ മെനു ഒക്കെ മാറ്റിത്തരാം, ബട്ട് ദർ ഇസ് എ പണിഷ്മെൻറ്റ് ഫോർ എവരിബഡി. അയ്യോ എന്തിനാ സാർ, ഈ നിങ്ങൾ റെപ്രസെൻറ്റേഷനായിട്ട് വരരുത്. ദർ ഈസ് നോ റെപ്രസെൻറ്റേറ്റീവ് ഇൻ ദ മിലിറ്ററി. എവരിബഡി ഈസ് ഇൻഡിവിജ്വൽ റിപ്പോർട്ടിംഗ് ടു മീ. ഞാൻ രാവിലെ നിങ്ങളുടെ ഡ്രില്ലിന് നമ്മളെല്ലാം ഹാജരാകുമ്പോൾ യു മസ്റ്റ് അറ്റ് റാൻഡം ടെൽ മീ, സാർ ഭക്ഷണം ശരിയല്ല, ഭക്ഷണം ശരിയല്ല, ഭക്ഷണം ശരിയല്ല. ഓക്കെ, ഐ അക്സെപ്റ്റ്. അല്ലാതെ സംബഡി സേസ് ദാറ്റ് റെപ്രസെൻറ്റിംഗ് 300 people ഐ ഹാവ് കം, ദെൻ യു വിൽ ബി ത്രോൺ ഔട്ട് ഓഫ് മിലിറ്ററി. ഇത് അപ്പോൾ അവർ ചോദ്യം ചെയ്ത്. ഇതുപോലെ കേരളത്തിലെ മീഡിയ, മേ ബി ഇന്ത്യൻ മീഡിയ ഓൾസോ, ദേ ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് എ ഡിസിപ്ലിൻ ടു ബി ഫോളോഡ് ബൈ എവരിബഡി. Not because I am great,
But because I am the boss, I am sitting here as a boss, you should not criticize me. You have some criticism, അവരൊരു ഇമെയിൽ ID അതൊക്കെ തരും, അതിലേക്ക് നിങ്ങൾക്ക് അയക്കാം, അത്ര മതി. അത്രയും മതി. അതിനപ്പുറം ചെയ്യുന്നത് അത് ഞങ്ങൾ മഹാന്മാരാണെന്ന് വിചാരിച്ചിട്ടില്ല. അവർ പറയുന്നത് ബൈ വേ ഓഫ് അവർ പൊസിഷൻ വി ഷുഡ് നോട്ട് ബി ക്രിട്ടിസൈസ്ഡ്. ഇപ്പോൾ ജഡ്ജിമാരെ അപമാനിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? അങ്ങർക്ക് കൊമ്പുള്ളതുകൊണ്ടാണോ? അല്ല, ആ സിസ്റ്റം അങ്ങനെ. നിങ്ങൾ ജഡ്ജിയെ അങ്ങോട്ട് ചീത്ത പറയാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ദ ഹോൾ സിസ്റ്റം വിൽ കൊളാപ്സ്. ഈ ധാരണയാണ് മലയാള മാധ്യമങ്ങൾക്ക് ഉള്ളത്. അല്ലാതെ അവരുടെ അഹങ്കാരം, എന്നെ ആരും കുറ്റം പറയരുത്, അത്തരം വാശിയല്ല അവരുടെ. ദേ സിൻസിയർലി ബിലീവ് ദാറ്റ് വി ആർ ദ കോൺഷ്യസ് കീപ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ ഞങ്ങളാണ്. അതിൻ്റെ താക്കോലും പോക്കറ്റിലിട്ടുകൊണ്ടാണ് ഞങ്ങൾ നടക്കുന്നത്. ഓൺലി തിങ് പുറത്തിറങ്ങിയാൽ തല്ലി കിട്ടുന്നുള്ള പല ആങ്കർമാർക്കും. സോ ആ അജണ്ട പൊളിക്കുക എന്നുള്ള കാര്യമാണ് ഞാൻ ചെയ്തത്. TJ ചർച്ചയ്ക്ക് വിളിക്കാൻ പേടിച്ചിരുന്ന ആങ്കർമാരുണ്ടോ? ഐ ഡോണ്ട് തിങ്ക് സോ. ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കങ്ങനെ ഒരു ഫീഡ്ബാക്ക് ഇല്ല. എന്നെ വിളിക്കാത്തതിന് വേറെ റീസൺസ് ഉണ്ട്. അത് കൃത്യമായിട്ട് എനിക്ക് അറിയുകയും ചെയ്യാം. വിച്ച് ഐ ഡോണ്ട് വാണ്ട് ടു ഡിസ്ക്ലോസ്. ബട്ട് പേടിച്ചിട്ടല്ല. നോ, വൈ ഷുഡ്? അങ്ങനെ പേടിയൊന്നും. ഈ TJയുടെ ടെലിവിഷൻ അപ്പിയറൻസ് ആണെങ്കിലും ചർച്ചയാണെങ്കിലും ഇനി ഇൻ്റർവ്യൂസ് ആണെങ്കിലും ഒരു അണ്ടർലൈങ് എപ്പോഴും ഒരു ചരട് ത്രൂ ഔട്ട് ഉള്ളത് ഇറ്റ്സ് യുവർ സെൻസ് ഓഫ് ഹ്യൂമർ, വിച്ച് ഇസ് നോട്ട് ഈസി. പലപ്പോഴും വളരെ ഗുരുതരമായ, വളരെ സീരിയസ് ആയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും അങ്ങനെ ഇത് അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ത്രൂ ഔട്ട് ഒരു സെൻസ് ഓഫ് ഹ്യൂമർ പ്രകടമാണ്. ഇത് പ്രത്യേകിച്ച് എവിടെന്നെങ്കിലും കിട്ടിയതാണ്, സ്വാഭാവികമായിട്ട് വന്നതാണ്, പാരമ്പര്യമാണോ, ഇനി വായനയിലൂടെ വന്നതാണോ? അതെ, ആ ഒരു റീഡിങ് അത് വസ്തുതാപരമല്ല. ഞാൻ പറയുന്നതിനകത്ത് സെൻസ് ഓഫ് ഹ്യൂമർ വളരെ കുറവാണ്. മേ ബി ഒരു 5% അവിടെ ഇവിടെയൊക്കെ വരും എന്നുള്ളതല്ലാതെ വേറെയില്ല. പക്ഷേ ഈ നാടൻ ഭാഷ, സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള നാടൻ ഭാഷയിലുള്ള ചോദ്യങ്ങൾ, ഇതിന് ആൾക്കാർക്ക് ചിരി വരും. ഞാനിപ്പോൾ ഉപയോഗിക്കാറുള്ള ചില സാധനങ്ങൾ അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അത് ഉപയോഗിക്കുമ്പോൾ അതൊരു തമാശയാണെന്ന് ആൾക്കാർക്ക് തോന്നുന്നു. ഞാൻ ഇതുപോലെ പറയും, ഈ പ്രവൃത്തി വേറെ ഏതെങ്കിലും രാജ്യത്താണ് കാണിച്ചിരുന്നതെങ്കിൽ കവളമടലിന് തല കിട്ടിയെന്ന്. അപ്പോൾ ഈ കവളമടൽ കേരളം മൊത്തം അറിയപ്പെടുന്നൊരു സാധനമാണ്. കവളമടലിന് അടിക്കും ഞാൻ എന്നുള്ള പ്രയോഗം ചേർത്തല, ആലപ്പുഴ ഭാഗത്ത് വളരെ കോമണാണ്. മറ്റ് ഭാഗത്ത് കോമൺ അല്ലെങ്കിൽ പോലും എല്ലാവർക്കും മനസ്സിലാകും എന്താണ് കവളമടൽ എന്ന്. അത് സർവ്വസാധാരണമായൊരു കാര്യമാണ് കേരളത്തിൽ. ബട്ട് സ്റ്റിൽ പീപ്പിൾ ഡോണ്ട് യൂസ് ഇറ്റ്. അപ്പം ഇത് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന, ഗ്രാമീണ ഭാഷ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൗതുകം, അതിനെയാണ് ആൾക്കാർ ഹ്യൂമർ സെൻസ് എന്ന് പറയുന്നത്. അത് ഹ്യൂമർ സെൻസ് ഒന്നും അല്ല. അത് ഒരു ഗ്രാമീണമായ ഭാഷ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ശൈലിയുടേതാവാം, ആഹ്ലാദം കലർന്ന ചിരിയാണിത്. അതെ, പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ നാടൻ വാക്കുകൾ ഉപയോഗിക്കുക, പിന്നെ നാടൻ പഴഞ്ചൊല്ല് ഉപയോഗിക്കുക. ഇത് ചെയ്യുമ്പോൾ ആളുകൾക്കൊരു സന്തോഷമാണ് തോന്നുന്നത്, അതിൽ നിന്നൊരു ചിരി വരും. അത് ഹ്യൂമറല്ല. യു എൻജോയ് യുവർ ലാംഗ്വേജ്. റോ മലയാളം, പച്ച മലയാളം എന്ന് പറയില്ല, മിക്സ് ഇല്ലാത്ത, ചതുരവടിവില്ലാത്ത, ഈ വായിൽ പ്രിൻറ്റിങ് മെഷീനുമായിട്ടാണ് പലരും TV ചർച്ചയിലിരിക്കുന്നത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട ശ്രീ നരേന്ദ്രമോദിജി അവർകൾ, എന്ത് കാര്യം, മോദി എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലല്ലോ മോദിയുമായിട്ട്, ഒരു പാർട്ടിയാണെന്നല്ലേ ഉള്ളൂ. ഇതുപോലെ ബഹുമാനപ്പെട്ട ഷൈനി, ബഹുമാനപ്പെട്ട വിനു, ശരി ഒരു ബഹുമാനപ്പെട്ട ചേർത്ത് ഒരു തവണ കൂടെ ഇത് ഇങ്ങനെ ബഹുമാനിക്കണം. എനിക്കറിയില്ല, ഇത് ഇറ്റ് ഗിവ്സ് ഒരു എല്ലാം കൂടെ ഒരു എന്താ അസംബ്ലിയിലെ പോലെ, അസംബ്ലിയിൽ പെരുമാറുമല്ല. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഇദ്ദേഹം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, വാസ്തവത്തിൽ ആ ബഹുമാനം പോലും അതൊന്നും പാർലമെൻ്ററി പ്രാക്ടീസിൻ്റെ ഭാഗമൊന്നുമല്ല.
നിങ്ങളെല്ലായിടത്തും ഇങ്ങനെ ചേർക്കണമെന്നൊന്നുമില്ല. അത് ട്രഡീഷണൽ ഈ ബ്രിട്ടീഷ് പാർലമെൻ്ററി സിസ്റ്റമാണല്ലോ നമ്മുടെ, അതിൽ നിന്ന് വന്നതാണ് ഈ വ്യക്തികളുടെ പേര് പറഞ്ഞുകൂടാ, അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പേര് വേണം പറയാൻ. അങ്ങനെ പണ്ടൊരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു ലോക്സഭയിലൊക്കെ. ലാസ്റ്റ് ജസ്വന്ത് സിംഗ് BJPയിലെ, അദ്ദേഹം ഒരിക്കലും പേര് പറയില്ല. ശരത് പവാറിനെ പറ്റി പറയണമെങ്കിൽ ദ ഓണറബിൾ മെമ്പർ ഫ്രം ബാരാമതി എന്ന് പറയും. നരേന്ദ്രമോദി ഓണറബിൾ മെമ്പർ ഫ്രം വാരാണസി എന്ന് പറയും. ആ ബ്രിട്ടീഷ് പാരമ്പര്യമാണ്, പേര് പറയാൻ പാടില്ല അത് ഇതൊക്കെ. ഇപ്പോൾ പക്ഷേ അത് പോയി, കുറേയധികം കുറഞ്ഞു. ബട്ട് TV-യിൽ ഈ പാർലമെൻ്ററി ഇത് ആപ്ലിക്കബിളല്ല. വാക്ക് അൺപാർലമെൻ്ററി വാക്കുകൾ എന്ന് പറഞ്ഞ് അവർ മാറ്റി നിർത്തിയിരിക്കുന്ന വേറെ കുറേ വാക്കുകളാണ്. ഇപ്പോൾ നുണ, അത് പാർലമെൻ്ററി അല്ല. ലൈ എന്ന് പറയുന്നത് പാർലമെൻ്ററി അല്ല. അപ്പോൾ അതിനെ പരിഹസിച്ചാണ് ടെർമിനോളജിക്കൽ ഇനെക്സാക്റ്റിറ്റ്യൂഡ് എന്നൊരു വാക്ക്. അപ്പം മന്ത്രി നുണ പറഞ്ഞു എന്ന് പറയാൻ പാടില്ല. വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ മന്ത്രി തെറ്റിദ്ധരിപ്പിച്ചു, ഇങ്ങനെ പറയാവുള്ളൂ. നുണ പറഞ്ഞു എന്ന് പറയാൻ പാടില്ല. അത് പാർലമെൻ്ററി അല്ല. ബട്ട് TV ചർച്ചയിൽ നുണയെന്ന് തന്നെ പറയുമല്ലോ, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഈ മെഷീൻ അച്ചടി ഭാഷയിൽ ഞാൻ സംസാരിക്കാറില്ല. അതിന് ഒരു ഹ്യൂമർ സെൻസ് അല്ലാതെ പച്ച മലയാളമാണ്. അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 1-2 പേര് ബോൾഡായിട്ട് അഭിപ്രായം പറയുന്നവർ എന്നോട് പറഞ്ഞിരിക്കുന്നത് അതാണ്. മോഹൻദാസ് സംസാരിക്കുന്നത് പച്ച മലയാളത്തിലാണ്, അങ്ങനെ സംസാരിച്ചാൽ മതി, അത് കൂടുതൽ അലങ്കാരമൊന്നും വേണ്ട. അപ്പോൾ ഞാൻ ഒരു ചർച്ചയിൽ ഇങ്ങനെ ഈ പലസ്തീൻ ഐക്യദാർഢ്യം നടക്കുന്ന കാലം, അപ്പോൾ ആ ചർച്ചയിൽ ഞാൻ മുസ്ലിം ഭാഗത്തിന് വേണ്ടി പലസ്തീന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരുന്ന ആളിനോട് ചോദിച്ചു, നിങ്ങളുടെ ഏത് അമ്മാച്ചനാണ് ഇപ്പോൾ പാലസ്തീനിലുള്ളത്, എന്തിനാ ഈ വെള്ളം വയ്ക്കുന്നതെന്ന് ചോദിച്ചു. അയാൾക്കടക്കം ചിരി വന്നു. പിന്നീട് അയാൾ ഫോൺ ചെയ്ത് എന്നോട് പറഞ്ഞു, സത്യമാണ്, കേരളം എന്നൊരു സ്ഥലമുണ്ടെന്നോ ഇവിടെ മുസ്ലിങ്ങളുണ്ടെന്നോ ഇവിടെ അവർക്ക് ഐക്യദാർഢ്യം ഉണ്ടെന്നോ ഒന്നും തന്നെ പാലസ്തീൻകാർക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ നിന്ന് ഗാസയിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം പോയവനെ അവർ വെടിവെച്ച് കൊല്ലും, ഇസ്രായേലിനെ പിന്നെ നോക്കാൻ മതി, ഏതാണ് ഈ ജന്തു, ഇതിനെ ആദ്യം തീർക്കുന്നു ഇതാണ്. അപ്പോൾ അത് പറഞ്ഞ് ഓർക്കാതെ എൻ്റെ വായിൽ നിന്ന് അങ്ങ് വന്നു പോയതാണ് ഈ അമ്മാച്ചൻ എന്നുള്ള വാക്ക്. അത് അശ്ലീലവുമല്ല, അതേസമയം എല്ലാവർക്കും മനസ്സിലാവുന്നതുകൊണ്ട് വിച്ച് ഓഫ് യുവർ റിലേറ്റീവ് ഈസ് സ്റ്റേയിങ് ഇൻ ഗാസ. അതിന് പകരം ബഹുമാനപ്പെട്ട അംഗം ഇവിടെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയാണ്, താങ്കളുടെ ഏത് ബന്ധുവാണ് ഗസയിൽ താമസിക്കുന്നത് എന്ന് പറയാമോ എന്ന് ചോദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നിങ്ങൾ അവസരം വിനിയോഗിക്കുക, അതിനല്ലേ നിങ്ങൾക്ക് മൈക്ക് തന്നിരിക്കുന്നത്. അവസരം വിനിയോഗിക്കാൻ ആഗ്രഹിക്കുകയാണെന്ന് എന്തിനായി ആഗ്രഹിക്കുന്നത്, അങ്ങ് വിനിയോഗിക്കുക. ചിലർ ഈ സ്വാഗതമൊക്കെ പറയുക, അദ്ദേഹത്തിനും സ്വാഗതം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്വാഗതം പറയുന്നു, ശരിക്കും സ്വാഗതം പറയുന്നില്ല, അദ്ദേഹത്തിന് സ്വാഗതം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. ബാക്കിയൊക്കെ ഡെക്കറേഷനാണ്. പ്രസംഗിക്കുന്നവർ ഇത് തന്നെ പറയും, നിങ്ങളുടെ വായിൽ നാവില്ലേ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. പോകല്ലേ, അവിടെ നിൽക്കുക, അത് ചോദിക്കുക. ഈ ചോദ്യം കേട്ടാൽ ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ, വായിൽ നാക്കില്ലേ എന്ന് ചോദിച്ചാൽ മതി. അതിന് ബാക്കി മുഴുവൻ ഡെക്കറേഷനാണ്. എന്തിനാണ് ഈ ഡെക്കറേഷൻ? അതും TV ചർച്ചയിൽ എനിക്ക് മനസ്സിലാവില്ല. ഒന്നാമത് ഇറ്റ്സ് എ ലിമിറ്റഡ് ടൈം ആൻഡ് സ്പേസ്. ആങ്കറിൻ്റെ ടെൻഷൻ വേറെ, ആങ്കറിന് ഇത് ഈ സമയത്തിനുള്ളിൽ തീർക്കണം, അതിനിടയ്ക്ക് 4 ഇടവേളയും വേണം. ഇടവേള കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ ചൂടാകും. എനിക്ക് പലരും പറയുന്നത് കണ്ടിട്ടില്ലേ, അവർക്ക് കൊടുത്ത് അത്രയും സമയം എനിക്ക് വേണം. 3 പേരും എനിക്കെതിരാണ്, അതുകൊണ്ട് 3 പേരുടെയും ചേർത്തുള്ള സമയം എനിക്ക് വേണം. പിന്നെ ആങ്കർ ത്രാസുമായിട്ടിരിക്കുകയല്ലേ, ഇയാൾക്ക് ഇത്ര സമയം കൊടുത്തു, ഇയാൾക്ക് കൂടിപ്പോയി, കട്ട് ചെയ്ത്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അവരും ഞാൻ പലപ്പോഴും ആലോചിക്കും, എന്തിനീ ആങ്കറിൻ്റെ നേർക്ക് തട്ടിക്കയറുന്ന അയാൾക്ക് ഇങ്ങനെ കൃത്യമായിട്ട് ഇത് മുറിച്ച സമയം കൊടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ കൂടുതൽ കൊടുക്കും, ചിലപ്പോൾ ഓർക്കാതെയായിരിക്കും. പിന്നെ ആങ്കറിനൊരു ബയാസിൽ ഉണ്ട്, ആങ്കറിന് വ്യക്തമായ ഒരു ബയാസുണ്ട്. അപ്പോൾ ആ ബയാസ് അയാളുടെ പെരുമാറ്റത്തിൽ നിന്ന് എഴുതിക്കും. ഓക്കെ, ഇറ്റ് ഈസ് ദയർ, ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ ഗെയിം. അപ്പോൾ അങ്ങനെ ഞാൻ അതിന് അയ്യോ എനിക്ക് സമയം തന്നില്ല എന്നൊന്നും ഞാൻ എനിക്ക് തരുന്നത് 1 സെക്കൻഡാണ്. 1 സെക്കൻഡിൽ ഒരാറ്റം പോകുമ്പോൾ എടുത്തങ്ങ് ഇടുക. അത് ഏറ്റാലേ ഏറ്റില്ലെങ്കിൽ ചീറ്റിപ്പോയി, വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഇത് കൊള്ളുന്ന ഒരു TV ചർച്ചയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇത്
യൂട്ടിലൈസ് ദ ടൈം ഗിവൺ ടു യു ഇഫക്റ്റീവ്ലി. ഡോണ്ട് ക്രൈ ഫോർ ടൈം. എനിക്ക് സമയം തന്നില്ല, പ്ലീസ് ഞാൻ അതിൻ്റെ ആവശ്യമില്ല. നെവർ ഡു ദാറ്റ്. ഐ മീൻ ഞാൻ അത് ചെയ്യാതെ നെവർ ഡു ദാറ്റ് എന്നുള്ളത് ഞാൻ പിൻവലിക്കുന്നു കേട്ടോ. കാരണം അതൊരു അഡ്വൈസല്ല, അത് ശരിയല്ല. ഓരോരുത്തരും അവരവരുടെ ഇതനുസരിച്ച് ഐഡിയ അനുസരിച്ചാണ് ചെയ്യുന്നത്. ഈ മീഡിയ പൊളിച്ചെടുത്ത് മീഡിയ അജണ്ട ഒക്കെ അങ്ങ് പറഞ്ഞു. ഇപ്പോഴത്തെ കാര്യം ഇത്തിരി കുടുംബകാര്യം പറഞ്ഞിട്ട് നമുക്കത് ഈ ഡയലോഗ് അവസാനിപ്പിക്കാം. ഈ മീഡിയ അജണ്ട എന്ന് പറയുന്നത് ഇപ്പോഴും സജീവം ആണോ? അങ്ങയുടെ ഒബ്സർവേഷൻ എന്താണ്? യെസ്, മീഡിയകൾക്ക് അങ്ങനെ ഒരു അജണ്ടയുണ്ടോ? എന്താണ് അജണ്ട? ഉണ്ട്. ആ അജണ്ടയിൽ ലുക്ക്, ഇറ്റ് ഈസ് ബേസിക്കലി ആൻറ്റി ഹിന്ദു ആണ് എന്ന് മീഡിയയ്ക്ക് പോലും മനസ്സിലാകുന്നില്ല. ബിക്കോസ് ആൻറ്റി ഹിന്ദു ഹാസ് ബിക്കം എ നോർമൽ ബിഹേവിയർ. നിങ്ങൾക്കൊരു അമ്പലത്തിന് നേർക്ക് ഒരാൾ കല്ലെറിഞ്ഞു, ആ വാർത്ത കൊടുക്കണോ വേണ്ടയോ? കൊടുക്കണ്ട. കാരണം ദാറ്റ് വിൽ റേസ് കമ്മ്യൂണൽ ടെൻഷൻ. ഒരു പള്ളിക്ക് നേർക്ക് കല്ലെറിഞ്ഞാലോ അത് കൊടുക്കണം, കാരണം അത് ന്യൂനപക്ഷങ്ങളുടെ നേർക്കുള്ള ആക്രമണമാണ്. ഈ ഇക്വേഷൻ കേരളത്തിലെ മീഡിയയുടെ തലയിലുണ്ട്. അത് നോർമലാണ്, അതാണ് നോർമൽ, അങ്ങനെ ആയിരിക്കണം മീഡിയ എന്ന് അവർ വിചാരിക്കുന്നു. എപ്പോഴും ഹിന്ദു ഈസ് ഇൻഫ്രാഡിക് സംതിങ്, ആ വാക്ക് തന്നെ ഇൻഫ്രാഡിക്കാണ്. ആ ഒരു ധാരണ, ആ ധാരണ ശരിയെന്ന് അവർ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഹിന്ദുവിൻ്റെ ഭാഗം പറയുമ്പോൾ അവർക്ക് ദേഷ്യം വരുന്നു, കണ്ണ് തുറിക്കുന്നു. വാട്ട് നോൺസെൻസ്! എസ്റ്റാബ്ലിഷ്ഡ് ഫോർമുലയ്ക്ക് എതിരെ ഇയാൾ പറയുന്നു. ദാറ്റ് കനോട്ട് ബി അക്സെപ്റ്റഡ്. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഇത് ഒരു ബേസിക് ബയാസ്. ചില ബയാസുകളുണ്ടല്ലോ, ബയാസ് ആണെന്ന് പോലും നമ്മൾ തിരിച്ചറിയാതെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കും. അല്ല, അങ്ങനെയാണെങ്കിൽ അതിനൊരു കാരണമുണ്ടാവണമല്ലോ. കാര്യം ഒരാളോ രണ്ടാളോ അല്ല. ഇത് അങ്ങ് പറഞ്ഞനുസരിച്ചാണെങ്കിൽ മെയിൻ സ്ട്രീം എന്ന് അവകാശപ്പെടുന്നവരുടെ ന്യൂ നോർമലാണിതെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഉള്ളിൽ ഈ സ്വയം അങ്ങനെ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അങ്ങനെ ചിന്തിക്കുന്നു. അതല്ലെങ്കിൽ മാനേജ്മെൻറ്റും അവരും അടങ്ങുന്ന സംവിധാനത്തിൻ്റെ മനസ്സിലോ ഉപബോധ മനസ്സിലോ സംവിധാനത്തിലോ എവിടെയോ ഇതെപ്പോഴോ കയറി കൂടിയിരിക്കുന്നു, ഇങ്ങനെ വേണമെന്നുള്ളത്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വർഗീയ ലഹള ഉണ്ടാക്കുന്ന രീതിയിൽ റിപ്പോർട്ടിംഗ് ചെയ്യരുത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അല്ല, ഈ ബയാസ് വളരെ നേരത്തെ തുടങ്ങിയതാണ്. പണ്ടില്ലായിരുന്നു, പിന്നീട് തുടങ്ങിയതാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു വർഗശത്രു പോലെ കാണുന്ന ഒരു സാധനം ഹിന്ദുക്കളാണ്. ഇപ്പോൾ CPM-ൻ്റെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് ഹിന്ദുക്കളല്ലേ ആണ്. ബട്ട് ദേ ആർ ഓൾ ഇൻഡിവിജ്വൽ ഹിന്ദുസ്. CPM will never allow Hindu to become a society. I will tell you an example. ഇപ്പോൾ NSSൻ്റെ യോഗം നടക്കുന്നു, പത്രവാർത്ത വരും, വിഷ്വൽസ് വരും, ഓക്കെ. SNDPയുടെ നടക്കുന്നു, വാർത്ത വരും, വിഷ്വൽസ് വരും. NSSും SNDPയും തമ്മിൽ ഒരു ചർച്ച നടക്കുന്നു, ഐക്യപ്പെട്ടാൽ എന്താ എന്ന്. അതിന് എല്ലാവരും പാരവയ്ക്കും. അന്നത്തെ വാർത്തയിൽ പണ്ട് നാരായണപ്പണിക്കർ ജീവിച്ചിരുന്ന കാലത്ത് SNDPയിലെ MK രാഘവനെ വിളിച്ച് ചീത്ത ഏതാണ് എന്ന് ചോദിച്ച് ചാനലിൽ കൊണ്ടുവരും. ആ സാധനം പഴയ വിഷ്വൽ കൊണ്ടുവരും. ബിക്കോസ് ദർ ഇൻസ്റ്റിങ്ക്റ്റ് വർക്ക്, ഹിന്ദു സൊസൈറ്റി കമ്മിങ് ടുഗദർ. ദിസ് വിൽ നോട്ട് ഹാപ്പൻ. ഇപ്പോൾ യാക്കോബായ ഓർത്തഡോക്സ് ഇവർ തമ്മിൽ അടുക്കുന്നു എന്ന് വെച്ചോ, സന്തോഷമായിട്ട് റിപ്പോർട്ട് ചെയ്യും, വളരെ നല്ല കാര്യമാണ്, അതാണ് ഇതാണ്, നേരത്തെ തന്നെ ചെയ്യേണ്ടതായിരുന്നു, എത്ര കാലമായി നിങ്ങൾ തമ്മിൽ വഴക്കിടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കും. അതിലെന്തെങ്കിലും വിരുദ്ധമായിട്ട് ആരെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അത് കാണിക്കില്ല. അത് എഡിറ്റോറിയൽ ഇവർ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയും, രണ്ടുപേർ ഒന്നിക്കുമ്പോൾ നമ്മളായിട്ട് അതിൻ്റെ വേറൊരു ഇത് കാണിക്കരുത്, അങ്ങേരുടെ വിഷ്വൽ കാണിക്കേണ്ട. അല്ല, അങ്ങേര് അവരുടെ വലിയ നേതാവ് ആയിക്കോട്ടെ, നമ്മളായിട്ട് അത് വിഷം കലർത്തരുത്, അവർ യോജിച്ചു പോട്ടെ. ബട്ട് NSS SNDP യോജിക്കുകയാണെങ്കിൽ ഇവർ ചടയമംഗലം SNDP ശാഖായോഗം നമ്പർ 533-ൻ്റെ നാരായണൻ ഒരു പ്രസ്താവന ഇറക്കിയാൽ ഇതുവരെ ഈ നാരായണനെ ആർക്കും അറിയില്ല.
ബട്ട് NSSനോട് പോകാൻ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ചടയമംഗലത്ത് ബഹളം വെച്ചാൽ ആത്തെടുത്തിട്ട് എവരിബഡി എടുക്കും. ശരിയല്ലേ? ഇത് ഇറ്റ്സ് നോട്ട് എ കോൺസ്പിറസി, ബട്ട് ദർ ഈസ് എ കൺസെൻസസ് ഇൻ ദ മീഡിയ. പലരും ധരിക്കും ഇത് കോൺസ്പിറസിയാണെന്ന്. വിനു ജോൺ ഫോൺ എടുത്തിട്ട് ഷാനി പ്രഭാകരനെ വിളിച്ചിട്ട് നമുക്കേ ഇതിങ്ങനെ അങ്ങ് ചെയ്താലെന്ന്, അങ്ങനെയൊന്നുമില്ല. അവർ തമ്മിൽ സംസാരിക്കാറിയില്ല. ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുക, വേറെ എന്തെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാം. ബട്ട് ഒരു കൺസെൻസസ് ഇവർ തമ്മിലുണ്ട്. ഇപ്പോൾ RSSൻ്റെ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന ഞാൻ പറയുന്ന അതേ ഉത്തരങ്ങളായിരിക്കും കാശ്മീരിലെ ഒരു RSSകാരനെ വിളിച്ചിരുത്തിയാൽ ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്ത് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, താൻ അത് തന്നെ പറയണം, ഇത് വേണ്ട. കൺസെൻസസ് ഉണ്ട്, രണ്ടുപേരും RSSകാരാണ്. ഇതേ കൺസെൻസസ് ഇവരെല്ലാം തമ്മിലുണ്ട്, വാർത്ത വായിക്കുന്നവർ, റിപ്പോർട്ടർമാർ. ഒരു ചാനലിൽ വർക്ക് ചെയ്യുന്ന ആൾ എന്നോട് പറഞ്ഞു, പ്രോ ഹിന്ദു വാർത്തകൾ ധാരാളം വരുന്നു. ഒടുവിൽ ഞങ്ങൾ റിപ്പോർട്ടർമാരെ ശാസിച്ചു ഫീൽഡിൽ, ഡോണ്ട് ഡൂ ദിസ്, ആൻറ്റി ഹിന്ദു വാർത്ത കൊണ്ടുപോകാം. അത് ചെയ്തു. ബിക്കോസ് പ്രോ ഹിന്ദു ന്യൂസ് വാസ് ടു മച്ച്. എവറി ന്യൂസ് ഈസ് പ്രോ ഹിന്ദു, പ്രോ ഇന്ത്യ, പ്രോ ഭാരത്, ഇങ്ങനെ വരുന്നു. അപ്പം ഞങ്ങൾക്ക് പേടിയാണ്, ഞങ്ങളുടെ റിപ്പോർട്ടർമാരെല്ലാം BJP ആയിട്ട് മാറിയോ. ഞാൻ പറഞ്ഞു, എങ്ങനെ ഈ പ്രോ ഭാരത് പ്രോ ഹിന്ദു BJP ആകുന്നത് എങ്ങനെ? അല്ല, അത് അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ മോഹൻദാസ്. ഞാൻ പറഞ്ഞു, അതാണ് ഈ ഇക്വേഷൻ ഉണ്ടാക്കിയതിൻ്റെ പ്രശ്നം. ഹിന്ദുക്കൾക്ക് വേണ്ടി ആരും സംസാരിക്കാനില്ല, അതുകൊണ്ട് BJP സംസാരിച്ചു. അപ്പോൾ എന്തായി, എല്ലാ ഹിന്ദുവും BJP സപ്പോർട്ടേഴ്സാണ് എന്നുള്ള മട്ടിൽ സംസാരിച്ചു തുടങ്ങി. വിച്ച് ഹാസ് ഫർദർ സ്പെഡ് അപ്പ് വിത്ത് ദിസ് ഫിനോമിന. കൂടുതൽ ഹിന്ദുക്കൾ BJPയെ ആശ്രയമായിട്ട് കണ്ടു തുടങ്ങി. ഇതല്ലേ രാഷ്ട്രീയത്തിൽ സംഭവിച്ചു. ഇപ്പോൾ ഒരു സാധാരണ ഹിന്ദു അയാൾ ആരെങ്കിലുമൊക്കെ അയാളെ ദ്രോഹിക്കുമ്പോൾ മനസ്സിലിങ്ങനെ വിചാരിക്കും, മൂച്ചെടുത്താൽ ഞാൻ RSSൽ പോയി ചേരും, കാണിച്ചു തരാൻ. ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. കാരണം ഹിന്ദുക്കളെ കണ്ണുമടച്ച് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് RSS ആണ് എന്നുള്ളൊരു ഇമ്പ്രഷൻ മാധ്യമങ്ങൾ തന്നെ വർഷങ്ങളായിട്ട് ഇങ്ങനെ കൊടുത്തു. RSS ഇസ് ഡേഞ്ചറസ്, ഹിന്ദു ഈസ് ഡേഞ്ചറസ്, ഹിന്ദു ഷുഡ് നോട്ട് കൺസോളിഡേറ്റ്, ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ബയാസാണ് വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നത്. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയൊരളവിൽ ഉത്തരവാദികളാണ്. റാഡിക്കൽ ഇസ്ലാം ഉത്തരവാദികളാണ്. ബട്ട് റാഡിക്കൽ ഇസ്ലാം വലിയ ദോഷം ചെയ്തില്ല വാസ്തവത്തിൽ. റാഡിക്കൽ ഇസ്ലാം ഈ മാനസികമായിട്ട് ഹിന്ദുക്കളെ കറപ്റ്റ് ചെയ്തില്ല, ശാരീരികമായിട്ട് അറ്റാക്ക് ചെയ്തു, മതപരിവർത്തനം നടത്തി, വെട്ടിക്കൊന്നു, 1921 മാപ്പിള കലാപം, ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. ബട്ട് യു സി, എന്തുകൊണ്ടാണ് ഒരു ഹിന്ദു മുസ്ലിം വഴക്ക് ഒരു റീസെൻറ്റ് പാസ്റ്റ് കുറേ വർഷങ്ങൾ എടുത്തു നോക്കുക. RSS മാർക്സിസ്റ്റ് സംഘടന കാണും, RSS മുസ്ലിം ലീഗ് സംഘടന ഇല്ലാത്തത് എന്താ? ഉണ്ടാവേണ്ടതാണല്ലോ. ഇതുകൊണ്ടാണ്. ഇപ്പോൾ ഹിന്ദുക്കൾ സംഘടിച്ചു കഴിഞ്ഞാൽ അതിൽ മുസ്ലിങ്ങൾക്ക് വിഷമമൊന്നുമില്ല. ഓക്കെ, നമ്മൾ സംഘടിക്കുന്നത് അവരും സംഘടിച്ചു, അതിനെന്താ ഈ ഒരു ചോദ്യം? മാർക്സിസ്റ്റ് പാർട്ടിക്ക് അത് സാധ്യമല്ല. They want every organization or society to be consolidated except Hindu. They will encourage every religion to become consolidated, to become more strong, to demand more seats. Everything will be encouraged except Hindus. But maximum ഹിന്ദുക്കൾ അവരുടെ കൂട്ടത്തിലാണ് തന്നെ. ഇഫ് യു സെൻഡ് ദിസ് മെസ്സേജ് ലോജിക്കലി ടു മാർക്സിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങളായിട്ടുള്ള ഹിന്ദുക്കളിലേക്ക് ഈ മെസ്സേജ് പോകുന്ന നിമിഷം ചീട്ടുകൊട്ടാരം പോലെ ആയിരിക്കും CPM തകർന്നു വീഴാൻ പോകുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻഡ് ഇൻ ബംഗാൾ ആൻഡ് ത്രിപുര. യു സി, അവരുടെ വീഴ്ച എത്ര വലുതായിരുന്നു. പല പാർട്ടികൾക്കും അധികാരമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എത്രയോ സ്ഥലത്ത് കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടിട്ടുണ്ട്. കർണാടകയിൽ BJP കോൺഗ്രസ് ഇങ്ങനെ കളിക്കുന്നുണ്ട്. ബട്ട് ഇങ്ങനെ എക്സ്പോണൻഷ്യൽ വീഴ്ച വേറൊരു പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല. 34 വർഷം തുടർച്ചയായിട്ട് ഭരിച്ച ആൾക്കാരനെ പൂരാ ഉഖാട് ഫേക് ദിയ. പാർട്ടി ഓഫീസിലിരിക്കാൻ ആളില്ല. ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി കേരളത്തിൽ വന്ന് പൊറോട്ട അടിക്കാൻ നിൽക്കുന്ന
അത് സംഭവിക്കുന്നത് ഇതുകൊണ്ടാണ്. കാരണം ടിൽ എ ടിപ്പിംഗ് പോയിൻ്റ് യു വിൽ എൻജോയ് ഇറ്റ്. ഈ മല കയറി അതിൻ്റെ അറ്റത്ത് പിന്നെ അഗാധ ഗർത്തമാണ്. പലരും വിളിച്ചു പറയും, കയറല്ലേ, മതി, കയറിയത് മതി, അവിടെയെങ്കിലും നിർത്തുന്നു. ഇല്ലടാ, ഞാനങ്ങ് ഇങ്ങനെ കയറിയിട്ട് ഒറ്റ വീഴ്ചയാണ്, പിന്നെ ഒരു ആലംബവുമില്ലാതെ. ദിസ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു ദം ഇൻ ദ നിയർ ഫ്യൂച്ചർ. ഇറ്റ്സ് നോട്ട് ഫാർ എവേ. കാരണം അത്രയധികം ഹിന്ദു വിരോധം അവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ചെറിയ കാര്യങ്ങൾ, ഭാരതാംബ, ഓ അത് ഹിന്ദുവാണ്, പാദപൂജ ഹിന്ദുവാണ്, എത്ര സെൻസിറ്റീവാണെന്ന് നോക്കാം. ഈ വീട്ടിൽ എന്തിനാ കുത്തിയിരിക്കുന്നതെന്ന് വെച്ചപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് വരാൻ പറഞ്ഞ ഭാര്യയെക്കുറിച്ച് പറഞ്ഞു. കുടുംബം? എനിക്ക് 2 പെൺകുട്ടികളാണ്. ഒരാൾ ബാംഗ്ലൂർ സെറ്റിൽ ചെയ്തിരിക്കുന്നു, വേറൊരാൾ ഇംഗ്ലണ്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നു. വീട്ടിൽ ഞാനും ഭാര്യയും മാത്രം കൊച്ചിയിൽ. അപ്പോൾ ഇതാണ് ടി.ജി. മോഹൻദാസ്. ഞാൻ ആരാണ് മോഹൻദാസ് എന്ന് ചോദിച്ചു, ഒരല്പം പറഞ്ഞു, പിന്നെ ഒരു വലിയ യാത്രയായിരുന്നു, അതിനൊരു ഇടവേള എടുത്തു, ഒരു ഭാഗം കഴിഞ്ഞു. ഇപ്പോൾ ഇതാണ് മോഹൻദാസ്. ഏറെ സമയം ഞാൻ ചോദ്യം ചോദിക്കുകയല്ലായിരുന്നു. 1, ചോദ്യത്തിന് വലിയ പ്രസക്തിയില്ലായിരുന്നു. 2, ചിരി ഒഴിഞ്ഞിട്ട് എനിക്ക് സമയമില്ലായിരുന്നു. പ്രേക്ഷകർക്കും അങ്ങനെ തന്നെ എന്ന് കരുതുന്നു. നമസ്തേ.